ബുക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായാലും കുറേ അസൂയക്കാർക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്ക് നല്ലതാ. കുറ്റം പറയുന്നത് ഒരു പബ്ലിസിറ്റി അല്ലേ. പിന്നെ റിട്ടയർ ചെയ്യാൻ എനിക്ക് 4 മാസം കൂടെ ഉള്ളൂ. ആ സമയം നോക്കി വേണം ബുക്ക് റിലീസ് ചെയ്യാൻ. ചായ കുടിക്കാൻ. ജയിൽ പുള്ളികൾക്ക് വേണ്ടി ഞാൻ ഡിവൈസ് ചെയ്തിട്ടുള്ള വിവിധ സ്കീമുകളുണ്ട്. അതായിരിക്കണം എൻ്റെ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ സ്കീമുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങളെപ്പോലെയുള്ള ജേർണലിസ്റ്റുകൾക്ക് പോലും അതറിയില്ല. ഇപ്പോൾ നീണ്ടകാലം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തടവുകാർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതി. ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ പലർക്കും ഫേസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ സ്കീമിൻ്റെ പ്രസക്തി. ഉദാഹരണത്തിന് ഈ നിൽക്കുന്ന രാഘവൻ എത്രയോ വർഷങ്ങളായി ഇവിടെയാണ് കിടക്കുന്നത്. പുറത്തിറങ്ങിയാൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനല്ല. രാഘവന് ഒരു ചെറിയ കച്ചവടം തുടങ്ങാനുള്ള സഹായം ചെയ്യാമെന്ന് ഒരു ബാങ്കുകാർ സമ്മതിച്ചിട്ടുണ്ട്. അയാൾക്ക് ജീവിച്ചു പോകാൻ അത് മതി. സി, മോസ്റ്റ് ഓഫ് ദം ആർ നോർമൽ പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ. പെട്ടെന്നുണ്ടാകുന്ന ഒരു നിമിഷത്തെ ഭ്രാന്ത്, അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തിട്ടാ ഇവിടെ? ഡബിൾ ഹോമിസൈഡ്, 2 പേരെ കൊന്നു. അതും 2 സ്ത്രീകളെ. ഒന്നിവൻ്റെ ഭാര്യ, മറ്റൊരിവൻ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഒരു മാർവാടി പെങ്കൊച്ച്. എക്സ്ക്യൂസ് മീ. തൽക്കാലം ഈ ബുക്ക് എഴുത്തിൻ്റെ കാര്യം ആരും അറിയണ്ട. രാഘവ, ആ ട്രെയിൻ എടുത്ത് വെച്ചോ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. 3 ടിക്കറ്റ് ബുക്ക് കൊടുത്തു. ഒന്ന് വെയിറ്റിംഗ് ലിസ്റ്റ്. ഓക്കെ ആയിട്ടോ? ശരി. എഴുതാനുള്ള മെറ്റീരിയൽസ് ഒക്കെ വീട്ടിൽ ഇരിക്കുക. ഒരു ദിവസം സൗകര്യമായിട്ട് ഇറങ്ങിയാൽ എല്ലാം എടുത്തു തരാം. ഇപ്പൊ പോയ ആളുടെ പേര് രാഘവൻ എന്നല്ലേ സാർ പറഞ്ഞത്? അതെ. എന്തേ? അല്ല, അയാളിങ്ങനെ ഞാനാരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവൻ അങ്ങനെ കൊലപാതകയാണെന്ന് പറയുന്നത് മാത്രം അവൻ സമ്മതിച്ചു തരത്തില്ല. നമ്മളല്ലല്ലോ, കോടതിയല്ലേ പറഞ്ഞത് അവൻ കുറ്റക്കാരനാണെന്ന്. ജയിൽ റെക്കോർഡ് പ്രകാരം അവൻ 2 പേരെ കൊന്നിട്ടുണ്ട്. അവൻ ഈ നിപ്പും ഗൗരവമൊക്കെ ഉള്ളൂ. ആളൊരു പാവത്താനാ. നീയൊക്കെ ആനടാ കിണറ്റിലെ തവളകൾ. നീയൊന്നും ലോകം കണ്ടിട്ടില്ലടാ. നീ എന്തൊന്നും മിണ്ടാത്തത്? കായും കൂയും മാറിപ്പോതെ കുഞ്ഞിക്കണെന്ന് പറയാൻ പറ്റുമോ? പറ്റോടാ. അത് പോട്ടെ, കുന്തക്കാരൻ പത്രോസ് ആരാന്ന് നിനക്കറിയോ? കുന്നിക്കൽ നാരായണൻ കേട്ടിട്ടുണ്ടോ? അതൊരു ആനയുടെ പേരല്ലേ? കേട്ടല്ലോ, കുന്നിക്കൽ നാരായണൻ ആനയാണ്. ആന ഏതാ പേന ഏതാന്നറിയത്ത നീയൊക്കെയാ രാത്രി 9 മണിക്ക് കോട്ടും പാപ്പാസും ഇട്ട് ന്യൂസ് ലൈൻ എന്നും പറഞ്ഞ് നാട്ടുകാർ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. പോയിക്കോ. പോകട്ടെ. പോടാ. എന്റെ ചന്ദ്രജി, അവനെ വിട്. ദിവസം 1/2 മണിക്കൂർ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാലല്ലേ അവന് അരി മേടിക്കാൻ പറ്റൂ. സാറിന് വേറെ ഒരു പണിയില്ലേ? വെറുതെ എന്തിനാ അവന്റെ തലയിലോട്ട് കയറുന്നിറങ്ങുന്നത്? ശുഭിത വാർദ്ധക്യമായി പോയില്ലേ, പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? നിന്നെ കുറച്ച് ദിവസം കൊണ്ട് കണ്ടിട്ട് എവിടെയായിരുന്നു? ഓ, ഒന്നുമില്ലെന്നേ, ചെറിയൊരു പരിപാടി. സ്വന്തം എഴുത്താണോ അതോ പതിവ് പോലെ വല്ലവർക്കും വേണ്ടിയാണോ? എന്റെ പൊന്നന്മിറ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ. വിട്. അഞ്ജലി, നിനക്ക് ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? എന്ത് കാര്യത്തിനാ? നിങ്ങളൊക്കെ വലിയ പത്രക്കാർ ശമ്പളക്കാരൊക്കെ, ഇവൾക്കൊന്നുമില്ലല്ലോ. ഗോസ്റ്റ് എങ്കിൽ ഗോസ്റ്റ്.
നീ ധൈര്യമായിട്ട് എഴുതിക്കോ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഈ പരിപാടി വിടുവോ? ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീണ്ടും ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്ത പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇവക്ക് കാശ് മാത്രം മതിയല്ലോ. നിന്റെ പത്രാധിപരുടെ ആത്മഹത്യ എഴുതിയത് ആരാന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ക്രെഡിബിലിറ്റിയെ കുറിച്ചൊന്നും പറയല്ലേ. ഈ കുടിൽ വ്യവസായമായിട്ട് പോയാലേ പലരുടെ വണ്ടി ഓടത്തുള്ളൂ. അതുകൊണ്ട് നീ എന്നെ വെറുതെ മാന്താൻ നിൽക്കണ്ട. സമാധാനായല്ലോ, വെറുതെ വേലിയിരുന്നതാ. അൽവറേ, നീ അവരടിച്ചേ ആ ക്ഷീണങ്ങ മാറട്ടെ. സാരമില്ല, പോട്ടെ. നമ്മുടെ ജെയിംസ് ഇപ്പൊ എവിടെ ഉണ്ട്? ആ, അവനൊക്കെ രക്ഷപ്പെട്ടു പോയില്ലേ? ഇപ്പൊ മദ്രാസിലേതോ എയർ ഏജൻസി ഇല്ല. ഓ, പണിയായല്ലോ. ഒരു സർവീസ് സ്റ്റോറിയാ വന്ന് ചാടിയിരിക്കുന്നത്. കുറെ മെറ്റീരിയൽസ് ഉണ്ട്. വേറെ ഇപ്പൊ ആരാ ഉള്ളേ? ഒരു ഹെൽപ്പിന് ആളെയൊക്കെ കിട്ടും, പക്ഷെ നല്ല കാശ് കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ഒറീസക്കാരെയും വിളിക്കണം. അതൊക്കെ സഖാവിന്റെ പാർട്ടി സമ്മേളനത്തിന് ആളെ കൂട്ടാൻ വിളിച്ചാൽ മതി. ഇത് ഞങ്ങൾ പോയിക്കോളാം. ഓ, പാത്രം വായിക്കട്ടോ. വിട്ടുകളാ. ആ വിട്ട്. ഇനിയിപ്പോ ആരെ കിട്ടും? അല്ലെ പിന്നെ നമ്മുടെ ആ സുരേഷ് ഉണ്ട്. മതിയോ? ചേച്ചി ജേക്കപ്പേട്ട കണ്ടായിരുന്നോ? എടാ, നീ ആ കൊറിയർ അയച്ചു. എന്റെ മോഹൻ മാഷ ഞാനത് എപ്പോഴേ അയച്ചു. ചേച്ചി ജേക്കപ്പേട്ടനെ ആരുടെ തന്റെ ചേച്ചി? തന്നോട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അല്ലേച്ചി, സോറി മാഡം, 3 മാസത്തെ വാടക കൊടുക്കാണെന്ന് ജേക്കപ്പേട്ട പറഞ്ഞായിരുന്നേ, അതാ. ജേക്കബേട്ടന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇയാളാരാ? ജേക്കബേട്ടന്റെ കെട്ടിയോളൂ. സൂപ്രണ്ട് സാർ പറഞ്ഞിരുന്നു മാഡം രാഘവന് ഇന്റർവ്യൂ വരുമെന്നു. ഈ അപേക്ഷയ്ക്ക് ഒരു സർക്കാർ ഫോർമാലിറ്റി. സാറിന്റെ ഓഫീസിലായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ രാഘവനോട് സംസാരിക്കായിരുന്നല്ലോ. ഇവിടെ ആയിരിക്കുമ്പോ രാഘവൻ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കുമല്ലോ. അത് നേരാ. ഇത് ജയിലിനെ കുറിച്ചുള്ള ഫീച്ചറാണോ അതോ രാഘവനെ കുറിച്ചാണോ? നിങ്ങൾ പത്രക്കാരല്ലെങ്കിൽ ഒന്നും വിട്ടു പറയത്തില്ലല്ലോ. സസ്പെൻസ് അല്ലേ? കുറച്ച് സസ്പെൻസ് ഒക്കെ വേണ്ടേ? കർത്താവേ, ഇത് കണ്ടോ? ഇത്രയും കൊല്ലത്തിനിടയിൽ രാഘവനെ കാണാൻ വരുന്ന ആദ്യത്തെ ആളാ മാഡം. ഇത്രയും കാലമായിട്ട് ആരും വന്നിട്ടില്ലേ? ആരും കാണാനും വന്നിട്ടില്ല, പരോളിലും പോയിട്ടില്ല, ആശുപത്രിയിലും കിടന്നിട്ടില്ല. അവൻ ഇവിടല്ലേ ഇഷ്ടം. 14 വർഷത്തുകൊള്ളൊന്നും ഇവിടെ ആരും കിടക്കാറില്ല. അവനോട് എത്ര വർഷമെന്നറിയോ? 20 വർഷം. അതെന്താ? അതാണല്ലോ രാഘവൻ. തടവുകാരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അടുത്തുണ്ടായിരിക്കണം എന്നാ നിയമം. ഇതിപ്പോ സൂപ്രണ്ട് സാറിന്റെ കാര്യമായിട്ട് കുഴപ്പമില്ല. അധികം താമസിക്കാതെ വിട്ടേക്കണേ. ആ ചെല്ലേ. ഞാൻ സൂപ്രണ്ട് രാമൂർത്തി സാർ പറഞ്ഞിട്ട് വന്നതാ. ആ, ഞാനെന്ന് ഓഫീസിൽ വെച്ച് കണ്ടിരുന്നല്ലോ. സാറിന്റെ സർവീസ് സ്റ്റോറിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നോണ്ട് സംസാരിക്കണോ അതോ ഇരുന്ന് സംസാരിക്കോ? ഇരുന്ന് സംസാരിക്കാം. ഞാനെന്നാ ചോദിച്ചോട്ടെ? ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സൂപ്രണ്ടിന്റെ ബെനിഫിറ്റ് സ്കീം വഴി താങ്കളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണല്ലോ. അതിൽ സന്തോഷമുണ്ടോ? പുതിയ ജീവിതം, പഴയ ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കാകെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്തുവാ? മരണത്തിന് മുമ്പുള്ളൊരു വെപ്രാളം, അല്ല എന്താ? അതല്ല, ഇവിടുന്ന് പുറത്തിറങ്ങുന്നതിൽ എന്തായാലും സന്തോഷം ഉണ്ടാവുമല്ലോ. അതിന് എനിക്കിവിടെ സങ്കടമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണോ കാലാവധി കഴിഞ്ഞിട്ടും പുറത്തു പോകാൻ ശ്രമിക്കാത്തത്? 20 വർഷമായില്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ വളരെ അകലെയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് കാണുമ്പോൾ അടുത്താണെന്ന് തോന്നാറില്ലേ? അതുപോലെ തന്നെയാ സമയം. എൻ്റെ ഈ പ്രായത്തിൽ 20 വർഷം എന്ന് പറയുന്നത് അത്ര നീണ്ട കാലമൊന്നുമല്ല. അല്ല, ഈ 20 കൊല്ലത്തിനിടയിൽ താങ്കളുടെ ആദ്യത്തെ വിസിറ്റർ ഞാനാണെന്നാണല്ലോ അവർ പറഞ്ഞത്. ഇതുവരെ ആരും കാണാൻ വന്നിട്ടില്ല അല്ലേ? പരോളിലും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ആരെയും കാണാൻ താല്പര്യമില്ലാത്തോണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു മടിയനാ, അത്രേ ഉള്ളൂ. ഇതെന്താ സാധനം? നമ്മൾ ഈ സംസാരിക്കുന്നത് പിടിക്കാൻ കൊണ്ടുവന്നതാ. റെക്കോർഡറാ. നമ്മുടെ വർത്തമാനം മാത്രമല്ലേ ഇത് പിടിക്കത്തുള്ളൂ, ചിന്തകളൊന്നും പിടിക്കത്തില്ലല്ലോ. ഹേയ്, ഇല്ല. അല്ല, അങ്ങനെ ചിന്തകളൊക്കെ പിടിക്കുന്ന വല്ല യന്ത്രവും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. അതേതായാലും നന്നായി. എന്തും കണ്ടുപിടിച്ച് കളയുന്ന കാലമാണല്ലോ.
പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് പറയാറുണ്ടല്ലോ. നമ്മളൊരു സ്വിച്ചിട്ട ഇരുട്ടുള്ളിടത്ത് വെളിച്ചമുണ്ടാക്കാൻ ഒരു ബൾബിന് കഴിയും. അതുപോലെ ഇതുപോലെ വെളിച്ചമുള്ളിടത്ത് ഒരു സ്വിച്ചിട്ടാൽ ഇരുട്ടുണ്ടാക്കാൻ കഴിയുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാണ്. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആരും കാണാത്ത ഒരു സത്യമുണ്ട്. ഏയ്, ഞാനങ്ങനെ പരാതി പറഞ്ഞതൊന്നുമല്ല. ഞാനൊരു പടം എടുത്തോട്ടെ. നമ്മുടെ ദേശീയ മുദ്രയായ അശോക ചിഹ്നത്തിൽ നാം കാണുന്നത് പരസ്പരം തിരിഞ്ഞു നിൽക്കുന്ന 3 സിംഹങ്ങളെയാണ്. എന്നാൽ ഇവർക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു സിംഹമുണ്ട്. ആരും കാണാത്ത 4ാമത്തെ സിംഹം. സത്യമെന്നത് 4ാമത്തെ സിംഹമാണ്. ആരും ഇത് അന്വേഷിക്കുന്നുമില്ല, കണ്ടെത്തുന്നുമില്ല. സത്യമേവ ജയതേ. അങ്ങനെ വലിയ ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ലേ. ദൈവം സഹായിച്ച സംഭവം എങ്ങനെയോ ക്ലിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. വിളിക്കുന്നവരൊക്കെ ഏതായാലും വലിയ അഭിപ്രായമൊക്കെയാ പറയുന്നത്. ഞാനെന്നാ പിന്നെ വിളിക്കട്ടെ. ആ ഓക്കെ, താങ്ക്സ്. ഹലോ, യെസ് അഞ്ജലി. ഓക്കെ ഓക്കെ മാം, താങ്ക് യു ഓഫ് കോഴ്സ്. യെസ്, സോ കൈൻഡ് ഓഫ് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. നിങ്ങൾക്ക് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. നിനക്ക് ഉത്തരം പറയേണ്ടത് ഞാനാ. രാവിലെ പോലെ പത്രക്കാരും ടി വിക്കാരും വിളിച്ചിട്ട് എന്ത് രാഘവൻ, എവിടുത്തെ രാഘവൻ, എന്തായാലും വെളിവിടാത്തത് നിങ്ങൾക്ക് ചോദിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോൾ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നായിരിക്കും കോൾ വരുന്നത്. അല്ല സാർ, ഈ ചാനലുകാരൊക്കെ അവരുടെ കൗതുകം കൊണ്ട് വിളിക്കുന്നതായിരിക്കും. എനിക്കിതിൽ വലിയ കൗതുകം തോന്നുന്നില്ല. ഞാനിത് കുറേ കാലമായിട്ട് കാണുന്നതാണ്. നമ്മുടെ ബുക്കിൻ്റെ കാര്യം എന്തായി? എന്തെങ്കിലും നടക്കുമോ? ഞാനത് എഴുതിക്കൊണ്ടിരിക്കുക സാർ. എന്താ എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ല സാർ, നമുക്കതുടനെ തുടങ്ങാം. ഓ സാർ, ഞാൻ രാഘവന് വേണ്ടി ഒരു കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് കൊടുത്തോട്ടെ. ആ
a celebrity. Just try to make room to hit through the offside. No more Indians haven't got to start again. ഓ പിന്നെ ചന്ദ്രാജ് മാത്രം എനിക്കറിയാം. I know it. ആഹാ അതുകൊണ്ടല്ലേ ബാറ്റിംഗ് തുടങ്ങിയോ? പിന്നല്ലാതെ നിനക്കൊക്കെ ചുമ്മാ പാർട്ടി നടത്തിയാ പോരെ? ഈ കള്ളൊക്കെ ഇവര് വേണ്ടേ കുടിച്ചു തീർക്കാൻ? ഞാൻ ചുമ്മാ വിഷയം മാറ്റല്ലേ? ശശികുമാർ സാറിനെ ഒന്ന് പോയി കണ്ടു. അതാ ലേറ്റ് ആയത്. എന്നിട്ട് എന്ത് പറഞ്ഞു സാറ്? സാറിന് വളരെ ഇഷ്ടമായി, ഗംഭീരായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ അതെ, ഗംഭീരായിട്ടുണ്ട്. ഇങ്ങനെ വേണം. ഇവിടെ കുറെ അവന്മാരുണ്ട്, മന്ത്രിമാരുടെ പുറകെ നടക്കുന്ന ജേർണലിസ്റ്റ് അതിന്റെ മക്കളുടെ വിചാരം. അവന്മാരോടെ കണ്ടു പഠിക്കട്ടെ. നിന്റെ പ്രസന്റേഷൻ, അതിന്റെ ലാംഗ്വേജ് എക്സലന്റ്. ചന്ദ്രാജി അത് വായിച്ചോ? ഇല്ല, ബട്ട് ഐ ക്യാൻ സെൻസ് ഇറ്റ്. കണ്ടോ? പിന്നെ എന്താ അയാളുടെ പേര്? രാമേന്ദ്രൻ. ചന്ദ്രാജി രാമേന്ദ്രൻ അല്ല, രാഘവൻ. യെസ്, അത് തന്നെ, രാഘവൻ. വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഗംഭീരം. See, 1978 when Mrs. Gandhi was in Tihar jail. ഹലോ, who's this? See, my name is Rajiv Thomas. I'm based in Mumbai. Actually, Mr. Shashikumar gave me your contact number. Okay. I work for this company called Green Orange, and basically we do book promotions. ആഹാ, ഞാൻ നിങ്ങളുടെ ആർട്ടിക്കിൾ വായിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ്. കോൺഗ്രാറ്റ്സ്. താങ്ക് യു. I believe that this can be brought out as a very good book. It has the potential. And what we can do is, we can introduce you to a few prominent publishers. Will you be interested? Yes, of course. Okay. So, in that case, when can we meet? നമുക്ക് എന്ന് സംസാരിക്കാൻ പറ്റും? എനി ടൈം, ഞാൻ ഫ്രീ ആണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. Okay. Then I will let you know. ഞാൻ വിളിച്ചിട്ട് വരാം. Thank you. താങ്ക് യു. ചുമ്മാ ചന്ദ്രാജി മേല് തോന്നുന്നു. അതെ, ഗ്രീൻ ഓറഞ്ച് എന്നൊരു കമ്പനി അറിയാവോ? അതൊരു ലിറ്റററി ഏജൻസി അല്ലേ? എന്താ? അവിടുന്ന് ഒരു രാജീവ് തോമസാ വിളിച്ചേ. നമ്മുടെ രാഘവനെ ബേസ് ചെയ്തൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്നാ പറയുന്നത്. ഒത്തവലത് നടക്കും. ഏയ്, ഇത് നീ വിടണ്ട കേട്ടോ. ശരിക്കൊന്ന് പിടിച്ചോ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് ഗംഭീരാവുന്നു. ദാസേ, ഇനിയെങ്കിലും ഒരെണ്ണടി. അതെ, എന്റെ ചന്ദ്രാജി, എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതാ. വഴി നിറച്ച് പോലീസാ. ഇത്ര കാലായിട്ട് ഇതൊന്നും അറിയില്ല ദാസേ. കടുവയെ കിടുവ പിടിച്ചാലും പത്രക്കാരെ പോലീസ് പിടിക്കില്ല. സത്യമാണോ? പിന്നല്ലാതെ. അടി. ദാ, എന്നാ പിന്നൊരെണ്ണം അടിച്ചിട്ട് വാ. അങ്ങനെ പറ. നമ്മളൊരെണ്ണം ഒഴിക്കുന്നു, അടിക്കുന്നു, വീണ്ടും ഒരെണ്ണം ഒഴിക്കുന്നു, അടിക്കുന്നു, അത് തുടരുന്നു. ആ അമ്മേ, ഇതെന്നടി നീ എഴുതിയത്? ഏതാണ്ട് വായിച്ചെന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കറിയാച്ചൻ വിളിച്ചായിരുന്നു. നീ എന്നെ എഴുതിയേ? ആ എഴുതിയതൊക്കെ വലിയ ഗടാഗടയും സംഭവങ്ങളാ. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഈ കറിയാച്ചനും അവറാച്ചനും ഒക്കെ വിളിക്കുമ്പോഴാണല്ലോ നമുക്കൊരു വില കിട്ടുന്നത്. ആ, നിന്നെ ഇതൊക്കെ പഠിക്കാൻ വിട്ടപ്പോ കുറെ കുറ്റം പറഞ്ഞവരാ. ഇതൊന്നും അല്ല, ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ, അതൊക്കെ വന്നോട്ടെ. ആദ്യം നീ ഇങ്ങോട്ടൊന്ന് വാ. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്? അയ്യോ, ഈ ആഴ്ച എന്തായാലും നടക്കത്തില്ല. അടുത്ത ആഴ്ച നോക്കാം. വരുമ്പോ ഏതായാലും വീക്കിലി കൂടെ എടുത്തോണേ. നിനക്ക് ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടല്ലേ? അതങ്ങനെ ഇപ്പോൾ വലിയ താരമല്ലേ? ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ തോന്നും നിന്നെയൊക്കെ ഞാനിവിടെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണെന്ന്. നിനക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? വേണമെങ്കിൽ നേരത്തെ പോകാറുന്നല്ലോ. ഹലോ, അത് പറ്റില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ? ഇല്ല, നിന്നെ കാണാനാ ടി വിക്കാർ. അതൊക്കെ നീ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കണ്ടാൽ മതി. അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ നോക്കിയോ. ഇനി സർക്കാർ ചെലവിൽ നിന്നെ ഇവിടെ തീറ്റി പോറ്റണമെന്ന് ഞാനിവിടെ ഒന്ന് ആലോചിക്കട്ടെ. വേണ്ട സാറേ, ഞാനിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാ? അതൊന്നും എനിക്കറിയണ്ട.
നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോ. അഞ്ജലി വേറെ ഏജൻസും പബ്ലിഷേഴ്സുമായിട്ടും സംസാരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. ഗുഡ്. പക്ഷേ ഞങ്ങൾക്ക് 1-2 കണ്ടീഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ദ ബുക്ക് ഹാസ് ടു ബി ഇൻ ഇംഗ്ലീഷ്. യെസ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. ഇതിലെ മാറ്റർ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ സ്കാറ്റേഡ് ആണ്. എല്ലാം അവിടെ ഇവിടെയൊക്കെയായിട്ട് കിടക്കുകയാണല്ലോ. ഇതൊക്കെ നമുക്കൊന്ന് ഓർഡറിലാക്കി എടുക്കണം. പിന്നെ ഇതൊരു ബുക്കാക്കി എടുക്കാനുള്ള വോളിയം ഇല്ല. ഇത്രയും പോരാ. അതൊക്കെ രാഘവനെ കൊണ്ട് നമുക്ക് എഴുതിക്കാം. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. പക്ഷേ രാഘവൻ ഇനി എഴുതേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. പിന്നെ രാഘവൻ എഴുതേണ്ടത് അയാളുടെ ജീവിതമാണ്. അയാൾ ആരോടും വെളിപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ ആർട്ടിക്കിളിൽ പറയുന്നത്. അതാണ് അയാൾ എഴുതേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അത് അഞ്ജലി അയാളെ കൊണ്ട് എഴുതിക്കണം. ഉന്മൂലന സിദ്ധാന്തത്തോടും പണ്ടേ എനിക്കിഷ്ടമല്ല. എന്ന് വെച്ച് ഞാൻ പൊളിറ്റിക്കലല്ല. എനിക്കറിയാം. ഞാനൊരു വയലന്റ് ഗാന്ധിയനും നോൺ വയലന്റ് നക്സലൈറ്റുമാണ്. സത്യത്തിൽ ഈ നെഹ്റുവിയൻ. യെസ്. ഈ അഞ്ജലി ഇറക്കൽ അഞ്ജലി ഒന്ന് കാണാമെന്നാ. ഇവിടെ ഉണ്ടോ? ഓ, അഞ്ജലി ഇറക്കൽ. ഓ, താങ്ക്സ്. ഓ, അപ്പോൾ ഞാനിവിടെ നിർത്തിയത്. ഓ, എസ്കേപ്പ്. ഓ, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ കുറെ പാടുപെട്ട് കേട്ടോ. പുറത്തൊരു ബോർഡ് പോലും വെച്ചിട്ടില്ലല്ലോ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? അമ്മച്ചി പറഞ്ഞില്ലായിരുന്നോ? ചാക്കോച്ചൻ അമേരിക്കയിലുള്ള. എനിക്ക് തോന്നി. അത് തന്നെ. ഇത് സ്ഥലം കൊള്ളാലോ. ഇവിടെ എന്നാ സെറ്റപ്പ്? ചായക്കടയാണോ അതോ കള്ള് ഷോപ്പാണോ? എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ ജേർണലിസ്റ്റുകൾ ചുമ്മാ കൂടുന്ന സ്ഥലമാണ്. ഓ, ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പ് അല്ലേ? ഫ്രീഡം ഓഫ് ദ പ്രസ്. വല്ല ഐസ്ക്രീം പാർലറിലോ കോഫി ഷോപ്പിലോ കാണാന്ന് പറഞ്ഞിരുന്നേ മഹാ പൈങ്കിളി ആയിപ്പോയനെ. ഇതേതായാലും നന്നായി. പെണ്ണ് കാണാൻ പറ്റിയ ആംബിയൻസാ. ഒരു കാപ്പി പറയട്ടെ? അയ്യോ, ഞാൻ കാപ്പിയും ചായൊന്നും കുടിക്കുകയല്ല. അയ്യോ എന്റെ പൊന്നങ്ങളെ, ഞങ്ങള് കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ, യു ക്യാരി ഓൺ. ഇതേതാ പാർട്ടി? ചന്ദ്രാജി, പഴയൊരു ഡൽഹി ജേർണലിസ്റ്റാ. രാവിലെ തന്നെ തുടങ്ങുമല്ലേ? ഓ, പുള്ളിക്കാരൻ അങ്ങനെ. ഇപ്പൊ പണിയൊന്നുമില്ലേ? ഇതൊക്കെ തന്നെ പണി. കൊള്ളാം, ഇങ്ങനെ വേണം. 50 വയസ്സാകുന്ന അന്ന് ഞാനും ജോലി രാജിവെച്ചിട്ട് ഇതുപോലെ രാവിലെ തന്നെ കള്ളടി തുടങ്ങും. പിന്നെ ഒരു പണിക്കും പോത്തില്ല. ബെസ്റ്റ് അല്ലേ? അമേരിക്കയിൽ എന്നാ പരിപാടി? നാസയിൽ സയന്റിസ്റ്റ് എന്നൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷെ അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു IT കമ്പനിയിൽ അങ്ങ് ചേർന്നു. ഇനി ഇവിടെ എത്ര ദിവസം കൂടെ ഉണ്ട്? ഞാൻ 22-ാം തീയതി പോവും. അപ്പൊ അതിനു മുൻപ് ആരെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം അല്ലേ? അങ്ങനെ ആരെങ്കിലും ഫിക്സ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. നമുക്കും ഇല്ലേ നമ്മുടേതായ കണ്ടീഷൻസ്. വീട്ടിൽ കാശ് വേണം, ആ, നല്ല മീൻകറി ഉണ്ടാക്കണം, ആ, ഞായറാഴ്ച കുർബാന മുടക്കരുത്. ഇതൊക്കെയല്ലേ കണ്ടീഷൻസ്? ഇതൊന്നുമല്ല. നമ്മളെ ഒരു പോകുന്ന പോക്കിന് ഓളത്തിന് കൂടെ കൂടാൻ ഒരാളെ കിട്ടണം. കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് ഓടിക്കോളും. ഈ കാശും കരിസ്മാറ്റിക്കൊക്കെ ഉള്ള കക്ഷികളാണെങ്കിലേ നമ്മൾ പെട്ടുപോകും. ഞാനിപ്പോ ഇതിലേതിലാ പെടുന്നേ? ഇതിലേതിലാന്ന് ചോദിച്ചാ, ഇങ്ങനൊരു കൊച്ചുണ്ട് അഞ്ജലി എന്നാ പേര്, ജേർണലിസ്റ്റാന്നൊക്കെ പറഞ്ഞൊരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ ആ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു. കക്ഷി കൊള്ളാലോന്ന് തോന്നി. എന്നാൽ പിന്നെ നേരിട്ടും കണ്ടു കളയാന്ന് വെച്ചു. അപ്പോഴാ നിങ്ങളുടെ CK രാഘവൻ്റെ ആർട്ടിക്കിൾ ഞാൻ കാണുന്നത്. ഈ രാഘവൻ ആള് ഞെരുപ്പാ കേട്ടോ. എന്നതാ അടുത്ത എഴുത്ത് പരിപാടി? അതാ രാഘവനെ കുറിച്ച് തന്നെയാ. പുള്ളിക്കാരനെ ഇതുവരെ വിട്ടില്ലേ? നിങ്ങൾ വായിച്ച CK രാഘവൻ അയാളുടെ യഥാർത്ഥ കഥ പറയാൻ പോവാ. ജനം ചിലപ്പോ ഞെട്ടും. അപ്പൊ പുസ്തകം ഇറങ്ങിയ പിന്നെ പിടിച്ചാ കിട്ടുകയല്ല. അത് ചിലപ്പോ സംഭവിച്ചെന്നിരിക്കും. ഒരു മിനിറ്റ്. Good morning. I guess you are too busy to take my calls. Look, I'm so sorry. I didn't mean to offend you. It's fine. It's fine.
നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണോ അതോ വെളിയിൽ എവിടെയെങ്കിലും പോകണോ? ഇവിടെ ഇരുന്നാ പോരെ? ഫൈൻ. ദിസ് വേ. പ്ലീസ്. സി, ദർ ആർ എ ഫ്യൂ ഇഷ്യൂസ്. ഒന്നാമത് നിങ്ങളുമായിട്ട് ഒരു കോൺടാക്റ്റും പോസിബിൾ അല്ലാത്തൊരവസ്ഥയാണ്. ദാറ്റ് യു ഓൾസോ നോ. അതുകൊണ്ടാണല്ലോ എനിക്ക് നേരിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. നൗ ടെൽ മീ, ആർ യു റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രൊജക്ട് ഓർ നോട്ട്? അതോ വേറെ ഏതെങ്കിലും പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചോ? Why should I do that? Maybe for better money? I mean, I don't know. Now listen to me carefully. ഇന്ത്യയിലെ പല ജയിലിൽ കിടക്കുന്ന 10 പ്രിസണേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണല്ലോ ബ്ലാക്ക് ബേർഡ് പ്ലാൻ ചെയ്യുന്നത്. അവരുടെ ബുക്കിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? നിങ്ങളുടെ രാഘവനെ കുറിച്ച്. They have already started working on it. I don't know if you know this lady called Priya Joseph. She's from Delhi. മലയാളിയാ. അവർ രാഘവനെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നടക്കില്ല. He still with me. ഓക്കെ, അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ ഇതുവരെ എഴുതിയതൊന്നും അയച്ചു തന്നിട്ടില്ല. See, ഞാനത് ഉടനെ ചെയ്തോളാം. Don't worry about it. I am worried. നിങ്ങൾ കുറച്ചാലായാലും ഇത് തന്നെ പറയുന്നു. How can I trust you? ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനകം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റിയില്ലെങ്കിൽ അറിയാലോ, you will have to face a lot of music. Okay? Have to go now. Have a nice time. ആളൊരല്പം ചൂടിലാണല്ലോ പോയത്. അടി കൊടുക്കേണ്ട കേസാണോ? അത് ഈ ബുക്കിന്റെ ടൈം ഒരു അതെ, ഈ രണ്ടുപേര് സംസാരിക്കുന്നത് ഓവർ ഹിയർ ചെയ്യുന്നത് അത്ര ശരിയല്ലാത്ത ഏർപ്പാടാണെന്ന് അറിയാം. എന്നാലും ആവശ്യമില്ലാത്തൊരു ക്യൂറിയോസിറ്റി, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോയതാ. അഡ്വൈസ് ചെയ്യാണെന്ന് വിചാരിക്കില്ല. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകാം. ഈ ആവശ്യമില്ലാത്ത ഭാരമൊക്കെ എടുത്ത് തലയിൽ വെച്ചാലേ മനസ്സും ശരീരവും ഒക്കെ അങ്ങ് സിക്കാവും. അതുകൊണ്ട് വേണ്ടെന്ന് തോന്നി അങ്ങ് വിട്ടേക്കണം. ഹാ, ബാക്കി നമുക്ക് നോക്കാന്നേ. Hey, what about a drink, young man? ഒരെണ്ണം അടിച്ചാലോ? ആദ്യം 50 വയസ്സാവട്ടെ, എന്നിട്ട് രാവിലെ തൊട്ട് തുടങ്ങാം. അത് മതിയല്ലേ? അത് മതി. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉറപ്പിച്ചു.